ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ പൊളിറ്റിയുടെ ചാപ്റ്റർ 3, അതായത് കോൺസെപ്റ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ചാപ്റ്റർ 4 ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നോട്ട്സ് ആൻഡ് ഗൈഡൻസ് അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ നോട്ട്സ് കൊടുക്കുന്നത്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് മെസ്സേജ് ചെയ്താൽ മതിയാവും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. 3 പേജസോ 4 പേജസൊക്കെ ഉള്ളൂ. ഓക്കെ, എന്താണ് വളരെ ചെറിയ, എന്താ പറയുക, നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക. കണ്ടു പഠിക്കുന്നതിലും കൂടുതലായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ. The term constitution is derived from Latin word constituo, which means establish or set up. To establish or set up. The constitution എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്ത് ഏത് വേർഡിൽ നിന്നാണ്? ലാറ്റിൻ വേർഡായ കോൺസ്റ്റിറ്റ്യൂറെ എന്ന വേർഡിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മീനിങ് എന്താണ്? ടു എസ്റ്റാബ്ലിഷ് ഓർ ടു സെറ്റ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ലാറ്റിൻ വേർഡായ കോൺസ്റ്റിറ്റ്യൂറെ എന്ന വാക്കിൽ നിന്നാണ്. അതിന്റെ മീനിങ് എന്താണ് പറയുന്നത്? ടു എസ്റ്റാബ്ലിഷ് or set up. The term constitution is derived from the Latin word constituere, which means to establish or to set up. ഇനി കോൺസ്റ്റിറ്റ്യൂഷനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇതൊന്ന് കാണാണ്ട് പഠിച്ചു വെക്കുക. ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ് എന്തെന്ന് പറയുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷനെ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സുപ്രീം ലോ ഓഫ് ദ സ്റ്റേറ്റ് എന്തെന്ന് കൂടി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്? സുപ്രീം ലോ ഓഫ് ദി സ്റ്റേറ്റ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ബേസിക് ലോ ഓഫ് ദി കൺട്രി എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ഓഫ് ദി ഗവൺമെന്റ് എന്നും റൂൾ ഓഫ് ദി സ്റ്റേറ്റ് എന്നും ബേസിക് സ്ട്രക്ചർ ഓഫ് ദി പൊളിറ്റി എന്നും പിന്നെന്താണ് റണ്ണോം ഓഫ് ദി കൺട്രി എന്നും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഫണ്ടമെന്റൽ ലോ ഓഫ് ദി ലാൻഡ്, സുപ്രീം ലോ ഓഫ് ദി സ്റ്റേറ്റ്, ബേസിക് ലോ ഓഫ് ദി കൺട്രി, ഇൻസ്ട്രുമെന്റ് ഓഫ് ദി ഗവൺമെന്റ്, റൂൾ ഓഫ് ദി സ്റ്റേറ്റ്, ബേസിക് സ്ട്രക്ചർ ഓഫ് ദി പൊളിറ്റി, റണ്ണോം ഓഫ് ദി കൺട്രി. ഇതൊന്ന് കാണാണ്ട് പഠിച്ചു വെക്കുക. എന്തൊക്കെ പറഞ്ഞിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഫണ്ടമെന്റൽ ലോ ഓഫ് ദി ലാൻഡ്, സുപ്രീം ലോ ഓഫ് ദി സ്റ്റേറ്റ്, ബേസിക് ലോ ഓഫ് ദി കൺട്രി, ഇൻസ്ട്രുമെന്റ് ഓഫ് ദി ഗവൺമെന്റ്, റൂൾ ഓഫ് ദി സ്റ്റേറ്റ്, ബേസിക് സ്ട്രക്ചർ ഓഫ് ദി പൊളിറ്റി, റണ്ണോം ഓഫ് ദി കൺട്രി. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡോക്യുമെന്റ് ആണ്. ഇറ്റ് എന്താണ്? സ്പെസിഫൈസ് ദ ഡൂസ് ആൻഡ് ഡോൺസ്. ഓക്കെ, ഓർത്ത് വെക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഡോക്യുമെന്റ് ദാറ്റ് സ്പെസിഫൈസ് ദ ഡൂസ് ആൻഡ് ഡോൺസ്. അത്രയൊന്ന് ഓർത്ത് വെച്ചാൽ മതി. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ഡോക്യുമെന്റ്, ഇറ്റ് സ്പെസിഫൈസ് ദ ഡൂസ് ആൻഡ് ഡോൺസ്. ഈ മീനിങ് എന്ന് പറയുന്ന ഒരു ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ദ ടേം കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് കോൺസ്റ്റിറ്റ്യൂറെ, വിച്ച് മീൻസ് ടു എസ്റ്റാബ്ലിഷ് ഓർ ടു സെറ്റ് അപ്പ്. കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിരിക്കുന്നത് ഏതാണ്? ലാറ്റിൻ വേർഡ് കോൺസ്റ്റിറ്റ്യൂറെ എന്ന വേർഡിൽ നിന്നാണ് ഡെറിവ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മീനിങ് പറയുന്നത് എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ സെറ്റപ്പ്, ടു സ്റ്റെപ്പ് സെറ്റപ്പ്. ഇതാണെന്ത്? ഈ കോൺസ്റ്റിറ്റ്യൂറെ എന്ന വേർഡിന്റെ മീനിങ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷനെ പല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ ലോ ഓഫ് ദി ലാൻഡ്, സുപ്രീം ലോ ഓഫ് ദി സ്റ്റേറ്റ്, ബേസിക് ലോ ഓഫ് ദി കൺട്രി, ഇൻസ്ട്രുമെന്റ് ഓഫ് ദി ഗവൺമെന്റ്, റൂൾ ഓഫ് ദി സ്റ്റേറ്റ്, ബേസിക് സ്ട്രക്ചർ ഓഫ് ദി പൊളിറ്റി, റണ്ണോം ഓഫ് ദി കൺട്രി. ഇങ്ങനെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫങ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഡിക്ലെയർ ആൻഡ് ഡിഫൈൻ ബൗണ്ടറീസ് ഓഫ് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി. പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിന്റെ ബൗണ്ടറീസിനെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇതാണ് എന്ത്? ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ആദ്യത്തെ ഫംഗ്ഷൻ? ഡിക്ലെയർ ആൻഡ് ഡിഫൈൻ ബൗണ്ടറീസ് ഓഫ് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണ്? ഡിക്ലെയർ ആൻഡ് ഡിഫൈൻ ദ നേച്ചർ ഓഫ് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി. ആദ്യം പഠിച്ചു ബൗണ്ടറീസ് ഓഫ് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിന്റെ ബൗണ്ടറീസിനെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. രണ്ടാമത് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയുടെ നേച്ചറിനെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ട് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? ഡിക്ലെയർ ആൻഡ് ഡിഫൈൻ ബൗണ്ടറീസ് ഓഫ് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ഡിക്ലെയർ ആൻഡ് ഡിഫൈൻ ദ നേച്ചർ ഓഫ് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി. ഇനി അടുത്തതാണ് ഇറ്റ് ക്യാൻ എക്സ്പ്രസ് ദ ഐഡന്റിറ്റി ആൻഡ് വാല്യൂസ് ഓഫ് നാഷണൽ കമ്മ്യൂണിറ്റി. എന്ത് ചെയ്യുന്നുണ്ട്? ഐഡന്റിറ്റി ആൻഡ് വാല്യൂസിനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. എന്തിന്റെ? നാഷണൽ കമ്മ്യൂണിറ്റിയുടെ. ഇനി അടുത്ത ഫംഗ്ഷൻ ആണ് ഡിക്ലെയർ ആൻഡ് ഡിഫൈൻ ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി സിറ്റിസൺ. സിറ്റിസൺസിന്റെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിനെ ഡിക്ലെയർ ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു. ഏതൊക്കെയാണ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നല്ല രീതിക്ക് പഠിക്കും. ഇനി എസ്റ്റാബ്ലിഷ് ആൻഡ് റെഗുലേറ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ഫംഗ്ഷൻസ് ആണ് ഷെയർ പവേഴ്സ് ബിറ്റ്വീൻ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ഗവൺമെന്റ്. ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ഗവൺമെന്റിന് പവേഴ്സ് ഷെയർ ചെയ്യുന്നു. ഡിക്ലെയർ ഒഫീഷ്യൽ റിലീജിയസ് ഐഡന്റിറ്റി ഓഫ് എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ റിലീജിയസ് ഐഡന്റിറ്റിനെ ഡിക്ലെയർ ചെയ്യുന്നു. ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്കേർഡ് ആൻഡ് സെക്യുലർ അതോറിറ്റീസ്. ഇറ്റ് ക്യാൻ
commit state to particular social, economic or developmental goals. ഇത്രയാണ് എന്ത് നമ്മുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പഠിക്കാം. ഡിക്ലെയർ ആൻഡ് ഡിഫൈൻ ബൗണ്ടറീസ് ഓഫ് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി, ഡിക്ലെയർ ആൻഡ് ഡിഫൈൻ ദ നേച്ചർ ഓഫ് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി, എക്സ്പ്രസ് ദ ഐഡന്റിറ്റി ആൻഡ് വാല്യൂ ഓഫ് നാഷണൽ കമ്മ്യൂണിറ്റി, ഡിക്ലെയർ ആൻഡ് ഡിഫൈൻ ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ്, എസ്റ്റാബ്ലിഷ് ആൻഡ് റെഗുലേറ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഷെയർ പവേഴ്സ് ബിറ്റ്വീൻ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ഗവൺമെന്റ്, ഡിക്ലെയർ ഒഫീഷ്യൽ റിലീജിയസ് ഐഡന്റിറ്റി ഓഫ് എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിന്റെ ഒഫീഷ്യൽ റിലീജിയസ് ഐഡന്റിറ്റിനെ എന്ത് ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുന്നു. ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്കേർഡ് ആൻഡ് സെക്യുലർ അതോറിറ്റീസ്. ഈ സെക്യുലർ അതോറിറ്റീസ്, സെക്യുലറിസം ഒക്കെ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചാപ്റ്റർ 2 നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ക്യാൻ കമ്മിറ്റ് സ്റ്റേറ്റ് ടു പെർട്ടിക്കുലർ സോഷ്യൽ, എക്കണോമിക് ഓർ ഡെവലപ്മെന്റ് ഗോൾസ്. ഇത്രയാണ് എന്ത് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പഠിക്കാം. ഡിക്ലെയർ ആൻഡ് ഡിഫൈൻ ബൗണ്ടറീസ് ഓഫ് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി, ഡിക്ലെയർ ആൻഡ് ഡിഫൈൻ നേച്ചർ ഓഫ് പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി, എക്സ്പ്രസ് ദ ഐഡന്റിറ്റി ആൻഡ് വാല്യൂസ് ഓഫ് എ നാഷണൽ കമ്മ്യൂണിറ്റി, ഡിക്ലെയർ ആൻഡ് ഡിഫൈൻ ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി സിറ്റിസൺസ്, എസ്റ്റാബ്ലിഷ് ആൻഡ് റെഗുലേറ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഷെയർ പവേഴ്സ് ബിറ്റ്വീൻ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ദി ഗവൺമെന്റ്, ഡിക്ലെയർ ഒഫീഷ്യൽ റിലീജിയസ് ഐഡന്റിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്കേർഡ് ആൻഡ് സെക്യുലർ അതോറിറ്റീസ്. ഇറ്റ് ക്യാൻ കമ്മിറ്റ് സ്റ്റേറ്റ് ടു പെർട്ടിക്കുലർ സോഷ്യൽ, എക്കണോമിക് ഓർ ഡെവലപ്മെന്റൽ ഗോൾസ്. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വാളിറ്റിയാണ് ബ്രെവിറ്റി. എന്താണ് ഈ ബ്രെവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രിസൈസ് ആൻഡ് ടു ദ പോയിന്റ്. ബ്രെവിറ്റി എന്നതിന്റെ അർത്ഥം വരുന്നത് പ്രിസൈസ് ആണ്, ടു ദ പോയിന്റ് ആണ്. ക്വാളിറ്റീസ് ആണ് ബ്രെവിറ്റി. ഒന്നാമത്തെ ക്വാളിറ്റിയാണ് ബ്രെവിറ്റി, വിച്ച് മീൻസ് പ്രിസൈസ് ആൻഡ് ടു ദ പോയിന്റ്. പ്രിസൈസ് ആണ്, ടു ദ പോയിന്റ് ആണ്. ഇനി രണ്ടാമത്തെ വരുന്ന ക്വാളിറ്റിയാണ് ക്ലാരിറ്റി. ക്ലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലാരിറ്റി ഉണ്ട്, സിമ്പിൾ ലാംഗ്വേജ്. ഓർത്ത് വെച്ചാൽ മതി. ഇതൊക്കെ ഓർത്ത് വെക്കാനായിട്ടാണ് ഞാൻ ഈ ബ്രെവിറ്റിയുടെ മീനിങ് വരുന്നത്. പ്രിസൈസ് ആൻഡ് ടു ദ പോയിന്റ് ആണ്. ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ സിംഗിൾ ലാംഗ്വേജ് ആണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. സോ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ബ്രെവിറ്റി എന്ന് പറയുമ്പോൾ പ്രിസൈസ് ആൻഡ് ടു ദ പോയിന്റ് ആണ്. ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ലാംഗ്വേജിലാണ്. ഡെഫിനിറ്റ്നെസ്, അതായത് ഡെഫിനിറ്റ് ആണ്, ഒരു ഡെഫിനിറ്റ് മീനിങ് ഉണ്ട്. ഡെഫിനിറ്റ്നെസ് ആണ് അടുത്ത ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ്നെസ് ആണ്. എന്താണ് കോംപ്രഹെൻസീവ്നെസ്? ഓക്കെ, എന്തിലാണ് കോംപ്രഹെൻസീവ്നെസ്? കോംപ്രഹെൻസീവ്നെസ് ഇൻ ലേയിങ് ഡൗൺ പവേഴ്സ് ഓഫ് ദി ഗവൺമെന്റ്. ഓർത്തു വെക്കുക, നാലാമത്തെ പോയിന്റ് ആണ് കോംപ്രഹെൻസീവ്നെസ് ഇൻ ലേയിങ് ഡൗൺ പവേഴ്സ് ഓഫ് ദ ഗവൺമെന്റ്. അത് എന്താണ് ക്വാളിറ്റി ആണ് സ്യൂട്ടബിലിറ്റി. സ്യൂട്ടബിലിറ്റി അക്കോർഡിംഗ് ടു നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് പീപ്പിളിന്റെ ആസ്പിറേഷൻസിനും നീഡ്സിനും അക്കോർഡിംഗ് ചെയ്തിട്ടുള്ള സ്യൂട്ടബിലിറ്റി മീൻസ് സ്യൂട്ടബിൾ ചെയ്യും. മനസ്സിലായല്ലോ? ഓക്കെ. സ്റ്റെബിലിറ്റി, നോട്ട് ഈസി ടു ടാമ്പർ വിത്ത് എന്നാണ് സ്റ്റെബിലിറ്റി. അടുത്ത ക്വാളിറ്റി എന്ന് പറയുന്നതാണ് സ്റ്റെബിലിറ്റി. ഇനി ലാസ്റ്റ് ക്വാളിറ്റിയാണ് ഇത് അഡാപ്റ്റബിലിറ്റി. ഓർത്തി വെക്കുക, ക്വാളിറ്റീസ് ഏതൊക്കെയാണ്? ബ്രെവിറ്റി, ക്ലാരിറ്റി, ഡെഫിനിറ്റ്നെസ്, കോംപ്രഹെൻസീവ്നെസ്, സ്യൂട്ടബിലിറ്റി, സ്റ്റെബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി. ബ്രെവിറ്റി എന്ന് പറയുമ്പോൾ പ്രിസൈസ് ആൻഡ് ടു ദ പോയിന്റ് ആണ്. ഇനി ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ സിമ്പിൾ ലാംഗ്വേജ്. ഇനി ഡെഫിനിറ്റ്നെസ് മീൻസ് ഡെഫിനിറ്റ് മീനിങ് ഉണ്ട്. കോംപ്രഹെൻസീവ്നെസ് ഇൻ ലേയിങ് ഡൗൺ powers of the government, suitability according to needs and aspirations of the people, stability, not easy to tamper with, adaptability, dynamic and not static. കാണാണ്ട് പഠിച്ചു വെക്കുക. ക്വാളിറ്റീസ് ബ്രെവിറ്റി, ക്ലാരിറ്റി, ഡെഫിനിറ്റ്നെസ്, കോംപ്രഹെൻസീവ്നെസ്, സ്യൂട്ടബിലിറ്റി, സ്റ്റെബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി. ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ. ഇനി ക്ലാസിഫിക്കേഷൻസ് ആണ്. ഇത് നമ്മൾ എന്താണ് നമ്മുടെ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ 4 നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പഠിച്ചാണ്. എന്താണ് ഇവോൾവ്ഡ് ആൻഡ് എനക്റ്റഡ്? എന്താണ് ഇവോൾവ്ഡ് എന്ന വാക്കിന്റെ മീനിങ്? ഒരു സ്ലോ ഗ്രാജുവൽ എവല്യൂഷണറി പ്രോസസ് എന്നാണ് പറയുന്നത്. ഇവോൾവ്ഡിന്റെ മീനിങ് പറയുന്നത് സ്ലോ ഗ്രാജുവൽ എവല്യൂഷണറി പ്രോസസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഔട്ട്കം ഓഫ് എ സ്ലോ ഗ്രാജുവൽ എവല്യൂഷണറി പ്രോസസ്. പിന്നെ ഈ എനാക്റ്റഡിന്റെ മീനിങ് എന്താണ് പറയുന്നത്? ഡെലിബറേറ്റ്ലി മെയ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡെലിബറേറ്റ്ലി മെയ്ഡ് ചെയ്താണ് എന്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇതൊരു സ്ലോ ഗ്രാജുവൽ എവല്യൂഷണറി പ്രോസസിന്റെ ഔട്ട്കം ആണ്. അപ്പൊ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ഇവോൾവ്ഡ് ആൻഡ് എനാക്റ്റഡ്. ഇവോൾവ്ഡിന്റെ മീനിങ് എന്താണ്? ഔട്ട്കം ഓഫ് എ സ്ലോ ഗ്രാജുവൽ എവല്യൂഷണറി പ്രോസസ്. ഇനി എനാക്റ്റഡിന്റെ മീനിങ് എന്താണ്? ഡെലിബറേറ്റ്ലി മെയ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ഇനി അടുത്തതാണ് ബ്രിട്ടൻ ആൻഡ് അൺബ്രിട്ടൻ. അതായത് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അൺബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, എഴുതപ്പെട്ട ഭരണഘടന. ഓക്കെ. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ, ഇതൊക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ. സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ചാപ്റ്റർ 4 പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചാപ്റ്റർ 4 ആദ്യം പഠിച്ചിട്ട് ചാപ്റ്റർ 3 രണ്ടാമത് പഠിക്കാന്ന് വെച്ചത്. ചാപ്റ്റർ 3 എന്താണ്? ഓക്കെ. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ എന്താണ്? ചില ലോസ് എന്താണ് നമുക്ക് പെട്ടെന്ന് അമെൻഡ് ചെയ്യാൻ പറ്റും. ഓർഡിനറി ലോസ് മെയ്ഡ് ചെയ്യുന്ന പോലെ മെയ്ഡ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ചിലത് എന്താണ് അങ്ങനെ എളുപ്പത്തിൽ അമെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ മെയ്ഡ് ചെയ്യാനോ ആയിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ് റിജിഡ് ആണ്, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ്. ചിലത് ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് ഓർഡിനറി ലോസ് മെയ്ഡ് ചെയ്യുന്ന പോലെ മെയ്ഡ് ചെയ്യാനായിട്ടും അമെൻഡ് ചെയ്യാനായിട്ടും പറ്റും. പക്ഷെ മറ്റു ചിലത് എന്താണ് റിജിഡ് ആണ്, അങ്ങനെ നമുക്ക്
ഒരു ഓർഡിനറി ലോ മേഡ് ചെയ്യുന്ന പോലെ ഒന്നും നമുക്ക് അമെൻഡ് ചെയ്യാനോ മേഡ് ചെയ്യാനായിട്ടോ പറ്റത്തില്ല. ഇനി അടുത്ത ഫീച്ചർ ആണ് അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ഫെഡറൽ ആൻഡ് യൂണിറ്ററി ഫീച്ചേഴ്സ്. എന്തുകൊണ്ട് നമ്മൾ പഠിച്ചിരുന്നു നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറെ ഫെഡറൽ ഫീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ യൂണിറ്ററി ഫീച്ചേഴ്സും ഉണ്ടെന്ന്, അതായത് അൺഫെഡറൽ ഫീച്ചേഴ്സും ഉണ്ട്. എന്താണ് ഈ ഫെഡറൽ ഫീച്ചേഴ്സ്? അതായത് നമ്മുടെ ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഡിവിഷൻ ഓഫ് പവേഴ്സ്, ടു ഗവൺമെന്റ്സ്, ഇതൊക്കെയാണ് എന്ത് ഈ ഫെഡറൽ ഫീച്ചേഴ്സിൽ വരുന്നത്. ഇനി യൂണിറ്ററി ഫീച്ചേഴ്സ് അഥവാ അൺഫെഡറൽ ഫീച്ചേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? സിംഗിൾ സിറ്റിസൺഷിപ്പ്, സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ എന്താണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ യൂണിറ്ററി ഫീച്ചേഴ്സ് അഥവാ അൺഫെഡറൽ ഫീച്ചേഴ്സ് ആണ്. അപ്പം ക്ലാസിഫിക്കേഷൻ നമ്മൾ 4 പഠിച്ചു. ഏതൊക്കെയാണ്? ഓക്കെ, അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് പ്രൊസീജിയറൽ ആൻഡ് പെർസ്പെക്റ്റീവ്. ഓക്കെ, അങ്ങനെ ക്ലാസിഫിക്കേഷൻ എത്രയാണ്? 5 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഇവോൾവ്ഡ് ആൻഡ് ഇനക്റ്റഡ്, written and unwritten, rigid and flexible, ഫെഡറൽ ആൻഡ് യൂണിറ്ററി ഫീച്ചേഴ്സ്, പ്രൊസീജിയറൽ ആൻഡ് പെർസ്പെക്റ്റീവ്. ഇതൊക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ചാപ്റ്റർ 4 പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ക്ലാസിഫിക്കേഷൻ ഓർത്തു വെക്കാം. ഇനി അടുത്തതാണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുള്ളൂ. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം? ഇതൊക്കെ ഒന്ന് കാണാണ്ട് പഠിച്ചു വെച്ചാൽ മതിയാവും. കോൺസ്റ്റിറ്റ്യൂഷണലിസം ഇസ് എ പൊളിറ്റിക്കൽ ഫിലോസഫി അഡ്വക്കേറ്റിംഗ് ഫോർ എ ഗവൺമെന്റ് ലിമിറ്റഡ് ബൈ എ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം? കോൺസ്റ്റിറ്റ്യൂഷണലിസം ഇസ് എ പൊളിറ്റിക്കൽ ഫിലോസഫി. കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്, അഡ്വക്കേറ്റിംഗ് ഫോർ എ ഗവൺമെന്റ് ലിമിറ്റഡ് ബൈ എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ഈസ് സ്ട്രക്ചേർഡ് അക്കോർഡിംഗ് ടു എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്ത് സ്ട്രക്ചർ ചെയ്യപ്പെടുന്ന ഗവൺമെന്റ് ആണ് ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നും എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് എന്നും. കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലിസം ഇസ് എ പൊളിറ്റിക്കൽ ഫിലോസഫി അഡ്വക്കേറ്റിംഗ് ഫോർ എ ഗവൺമെന്റ് ലിമിറ്റഡ് ബൈ എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ഈസ് സ്ട്രക്ചേർഡ് അക്കോർഡിംഗ് ടു എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതത്രേ ഉള്ളൂ. ഇതാണ് ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ അവസാനമായിട്ട് പഠിക്കാനുള്ളത്, എലമെന്റ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണലിസം. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തൊന്നും കൊടുത്തിട്ടില്ല, നമ്മൾ അങ്ങനെ പഠിക്കാൻ വേണ്ട. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് മനസ്സിലാക്കി വെച്ചാല് മതിയാവും. എന്താണ് ഒന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത്? പോപ്പുലർ സോവറിനിറ്റി ആണ്. 2 റൂൾ ഓഫ് ലോ, 3 ഡെമോക്രാറ്റിക് ഗവൺമെന്റ്, 4 സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, 5 അൺ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, 6 സിവിലിയൻ കൺട്രോൾ ഓഫ് ദി മിലിറ്ററി, 7 പോലീസ് അണ്ടർ ലോ ആൻഡ് ജുഡീഷ്യൽ കൺട്രോൾ, 8 റെസ്പെക്ട് ഫോർ ഇൻഡിവിജ്വൽ റൈറ്റ്സ്. ഇതിൽ കുറെ എവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ചാപ്റ്റർ 4 പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതും ഒന്ന് ഓർത്ത് വെക്കാം. എലമെന്റ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണലിസം ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. പോപ്പുലർ സോവറിനിറ്റി, റൂൾ ഓഫ് ലോ, ഡെമോക്രാറ്റിക് ഗവൺമെന്റ്, എന്താണ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, സിവിലിയൻ കൺട്രോൾ ഓഫ് ദി മിലിറ്ററി, പോലീസ് അണ്ടർ ലോ ആൻഡ് ജുഡീഷ്യൽ കൺട്രോൾ, റെസ്പെക്ട് ഫോർ ഇൻഡിവിജ്വൽ റൈറ്റ്സ്. ഓർത്തു വെക്കുക. പോപ്പുലർ സോവറിനിറ്റി, റൂൾ ഓഫ് ലോ, democratic government, separation of powers, and independent judiciary, civilian control of the military, police under law and judicial control, respect for individual rights. Okay, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ചാപ്റ്റർ 4. ഓക്കെ, ചാപ്റ്റർ 3 പഠിക്കാനായിട്ട്. ചാപ്റ്റർ 3 എന്താണ്? കോൺസെപ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡെറിവ് ചെയ്തിരുന്ന ഏത് വാക്കിൽ നിന്നാണ്? ലാറ്റിൻ വേർഡായ കോൺസ്റ്റിറ്റ്യൂറെ എന്ന വേർഡിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് ഡെറിവ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താണ്? ടു എസ്റ്റാബ്ലിഷ് ഓർ സെറ്റ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷനെ പല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ്, സുപ്രീം ലോ ഓഫ് ദി സ്റ്റേറ്റ്, ബേസിക് ലോ ഓഫ് ദി കൺട്രി, ഇൻസ്ട്രുമെന്റ് ഓഫ് ദി ഗവൺമെന്റ്, റൂൾ ഓഫ് ദി സ്റ്റേറ്റ്, ബേസിക് സ്ട്രക്ചർ ഓഫ് ദി പൊളിറ്റി, ഗ്രൗണ്ട് നോം ഓഫ് ദി കൺട്രി. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓർത്തു വെക്കുക. എന്താണ് പിന്നെ എന്താണ് പഠിക്കാനുള്ളത്? ഫങ്ഷൻസ് ഉണ്ട്, ക്വാളിറ്റീസ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂഷണലിസം ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പഠിക്കാനുണ്ട്. ഇനി എലമെന്റ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണലിസം. ഇത്രയും കാര്യങ്ങൾ എന്തുള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളൂ. വളരെ ചെറിയ ചാപ്റ്റർ ആണ്. ഇതിൽ എന്താണ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മുടെ എന്താ പറയാ ഒത്തിരി പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ അല്ല ഇത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്താണ് വീഡിയോ എല്ലാവരും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണ് നോട്ട്സ് ആൻഡ് ഗൈഡൻസ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് നമ്മൾ നോട്ട്സ് കൊടുക്കുന്നത്. എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി എന്ത് ചെയ്യുക, എനിക്ക് പ്രൈവറ്റ് മെസ്സേജ് ചെയ്താൽ മതിയാവും. താങ്ക് യു.